അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മന്തായ ഡിസംബർ എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഒട്ടും വൈകണ്ട നേരെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉള്ള ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് ചാല മാർക്കറ്റിലേക്ക് പോയി. ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഇഷ്ടംപോലെ ഹോൾസെയിൽ കടയുണ്ട്. വളരെ വില കുറഞ്ഞ് ക്രിസ്മസ് ഐറ്റംസ് വാങ്ങിക്കാൻ കിട്ടും. യൂഷ്വലി നമ്മൾ എല്ലാ വർഷവും നവംബർ മിഡ് ആകുമ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിച്ച് വീടൊക്കെ സെറ്റ് ആക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ നമ്മളിനി അധികം ലേറ്റ് ആക്കണ്ട, നേരെ കടയിലേക്ക് വിടാന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന കട, നമ്മൾ അത്യാവശ്യം കുറേ കട കയറി ഇറങ്ങിയിട്ടാണ് ഈ ഒരു കട കണ്ടുപിടിച്ചത്. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം എനിക്കും മമ്മിക്കും എന്താണോ എങ്ങനെയാണോ വീട് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനമാണോ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചെറീസ് ആയിക്കോട്ടെ, മഷ്റൂംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഗ്രീൻ ഗാർലൻഡ്സ് വേണമെങ്കിൽ അതായിക്കോട്ടെ, എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിട്ട് തന്നെ ആ ഒരു കട കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ കുറച്ചു നേരം അവിടെ എന്തൊക്കെ വേണ്ടിയെന്ന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. ട്രീ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല, ലാസ്റ്റ് ഇയറിലെ ട്രീ ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസും ഉണ്ട്. ബാക്കി നമുക്കിപ്പോൾ സ്റ്റെയർ കേസ്, അതുപോലെ വേറെ കുറച്ച് ഏരിയാസ് ഡെക്കറേറ്ററുള്ള ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കാൻ നിൽക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കതിനെ ഒരുമിച്ചിട്ട്, അതായത് ഇപ്പോൾ പൈൻ ലീവ്സ് വാങ്ങിക്കാം, ബെറീസ് സെപ്പറേറ്റ് വാങ്ങിക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റം ഉണ്ടാക്കാം. അങ്ങനെ ചാല മാർക്കറ്റിലെ കട എക്സ്പ്ലോറേഷന് ശേഷം നമ്മൾ നേരെ സ്റ്റൈൽ പ്ലസിലേക്ക് വിട്ടു. സോ ട്രിവാൻഡ്രത്ത് ക്രിസ്മസ് ടൈം ആകുമ്പോൾ സ്റ്റൈൽ പ്ലസിലെ ഡെക്കറേഷൻസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. സോ നമ്മൾ അവിടെ കൂടി കയറി ഇറങ്ങി ഓരോ ഐറ്റംസ് ഒക്കെ നോക്കി. ഒരു ഏരിയ ഫുൾ ക്രിസ്മസ് ട്രീക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് റെയിൻഡിയർ ഒക്കെ കാണാൻ പറ്റി. സോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഡെക്കറേഷൻസ് കാണാൻ. സോ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ടൈമാണ്. സോ അടുത്ത വ്ളോഗിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാം.